അയ്യോ ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ എന്നൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ? നമ്മളൊരു കുഞ്ഞു ഡോഗിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആ ഡോഗിനെ ഒന്ന് പരിചയപ്പെടാം. അതുപോലെ നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ കുറച്ച് വിശേഷങ്ങൾ കാണാം. നമ്മളെ കണ്ണനെല്ലാം കാണണ്ടേ, കണ്ണൻ. അതുപോലെ നമ്മൾ 2 പശുക്കളെ പുതിയ കൊണ്ടുവന്ന് ഒരുമിച്ചൊക്കെ ഇടണ്ടേ. അപ്പോൾ നമ്മൾ പേര് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പേര് നമ്മൾ മുന്നേ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത കൂടുതൽ വന്ന കമൻറ്റ് തന്നെ നമ്മൾ പേരിട്ടിട്ടുള്ളത് രാധയും രാജുവും. അപ്പോൾ അങ്ങനെ നമ്മൾ പേരിട്ടിട്ടുള്ളത്. അതിനും കൂടി നമുക്കൊന്ന് കാണാം. അതേപോലെ എല്ലാവരും ചോദിച്ചൊരു സംഭവം കോയി ഫിഷിൻ്റെ ബ്രീഡിങ് എന്തായി എന്നുള്ളത്, അതും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മളെ അതിന് ശേഷം നമ്മൾ കുറച്ച് കോയി ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടില്ലേ, ആ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉള്ള സൈസാണ് ഇത്. അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് കേട്ടോ. ഇതും നല്ല സൈസായിട്ടുണ്ട്. നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ സൈസാണ് ഈ വലുതുണ്ടായത്. ഇപ്പോൾ എല്ലാം ഏതാണ്ട് ആ സൈസായിട്ടുണ്ട് കേട്ടോ. ചെറിയ സമയം കൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒപ്റ്റിമം തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ മീനിൽ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ കോയി ഫിഷിൻ്റെ ബ്രീഡിങ്ങിൻ്റെ കാര്യങ്ങൾ ബ്രീഡായിട്ടൊന്നുമില്ല, ആ ജസ്റ്റ് പിന്നെ നമ്മൾ ഇട്ട പോലെ തന്നെ ഉണ്ട് അത്ര. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വീഡിയോൻ്റെ ലാസ്റ്റ്. അപ്പോൾ നമുക്ക് പശുക്കളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോകാല്ലേ. ഓക്കെ, വാ. കണ്ണൻ്റെ മൊഞ്ചണ്ട, മൊഞ്ചനാണ് മൊഞ്ചൻ. ഐഷ്. അതേപോലെ നമ്മൾ മറ്റവൻ്റെ പാലുകുടിയെല്ലാം മാറ്റിയിട്ടുണ്ട്. പാലുകുടി മാറ്റിയതിൻ്റെ ചെറിയൊരു ക്ഷീണമുണ്ട് കേട്ടോ. ചെറിയൊരു ക്ഷീണം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനത് ശരിയായി വരണം. ഫീമെയിലാണ് ഒന്നും കൂടി ഉടഞ്ഞു പോയത്. മെയിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടുണ്ട്. ഒന്ന് എണീറ്റടാ, എണീറ്റേ. ആ, മെയിലെല്ലാം ഉഷാറായിട്ടുണ്ട്. ഫീമെയിൽ ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട്. അതേപോലെ നമ്മൾ കണ്ണൻ്റെ ഒക്കെ നിൽക്കുമ്പോൾ ഇവരുടെ വ്യത്യാസം മനസ്സിലാക്കി തരാമല്ലോ. ബാ, ഇതൊക്കെ എടാ വാ 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 വാ. ഇതൊക്കെ അങ്ങനെയുണ്ട്. കണ്ണൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ ഏതാണ്ട് ഇതേ ഹൈറ്റ് തന്നെ ഇവർ ഉള്ളത്. ഇപ്പോൾ കുറച്ചും കൂടി അവർ വാളുക. അപ്പോൾ കണ്ണനേക്കാളും കുറച്ച് മേലേക്ക് പൊങ്ങാൻ ചാൻസ് ഉണ്ട് ഇവർ. ഉണ്ട്, നല്ല രസമില്ലേ? പോട്ടെ, ഡോഗിനെ കാണിച്ചു കൊടുക്കാൻ. ഡോഗിനെ ഓക്കെ ഓക്കെ ബേബി. ഓക്കെ, അപ്പോൾ നമ്മുടെ കുട്ടന്മാരിൽ കണ്ടില്ലേ. ഇനി നമുക്ക് ഡോഗിനെ നോക്കാൻ വേണ്ടി പോവാം. ഇന്നൊരാളെയും കൂടി നമ്മളെ ഹണീനെ കണ്ടേ. ഹണി നമ്മൾ ട്രിം ചെയ്ത് ഫുള്ള്. ഡാ ഹണി ബാ. ഓ ബേബി, ഇതെന്താ ആകെ മെലിഞ്ഞു പോയല്ലേ. ട്രിം ചെയ്യുമ്പോഴേക്ക് തീരെ കാണാനില്ലാത്ത പോലായി. ഗുഡ് ബോയ്. ബാ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ട്രീറ്റ് കൊടുക്കാം. ആദ്യം ട്രീറ്റ് കൊടുക്കുന്നതന്നെ കാണിക്കാം. അതേപോലെ നമ്മൾ അന്ന് കാണിച്ച 2-3 ആൾക്കാർ ഇവിടെ ഉണ്ട്, കുറേ ആയിട്ട് കാണാത്ത വീഡിയോയിൽ. നമ്മുടെ മൈക്രോ സ്ക്വിറലിനെ കണ്ടാ. നമ്മളിവിടെ ഇറങ്ങിയ 2 കുട്ടികളാണ്. അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. ഇതാ കുറേ കാലമല്ലേ ഇവന്മാരെ കണ്ടിട്ട്. അപ്പം ബ്രീഡിങ്ങിന് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ സ്ലോലി ആകുന്നില്ല, അധികം ഫാസ്റ്റായിട്ട് ബ്രീഡ് ആകുന്നില്ല. ഓക്കെ, ഇങ്ങനെയുണ്ട് മഞ്ചന്മാരല്ലേ. അപ്പം ഇനി ഇവരൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ ഗ്യാപ്പ് മതി കേട്ടാ. നമ്മുടെ കൊക്കലി പോകുന്ന പോലെ ഇറങ്ങിയിട്ട് പോവും, അതാ പ്രശ്നം. അങ്ങനെയുണ്ട്, വെറൈറ്റി സാധനമല്ലേ. കുറേ ആയിരുന്നു തോന്നല്ലേ ഇവരെ കാണിച്ചിട്ട്. പിന്നെ ഓർമ്മ ഉണ്ടാവില്ല നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഓരോ സ്ഥലം. അതുപോലെ ഇവനിക്ക് വേണ്ടിയിട്ട് പിന്നെ നമ്മളെ സ്നാപ്പിംഗ് ടേർട്ടിലിന് നമ്മളൊരു പോണ്ടന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആക്കിയതിന് ശേഷം പിന്നെ നമ്മളെ റോച്ചസിനും കുട്ടികളായിട്ടുണ്ട് കേട്ടോ. റോച്ചസ് അത്യാവശ്യം ബേബീസ് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടേ. എന്താ ഇവിടെ എല്ലാം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാ. ഓ കണ്ട 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 കുഞ്ഞു 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 കുട്ടികളാണ്. വലുതാവട്ടെ. നമ്മൾ പാരൻസിനെ മാറ്റിയിട്ടില്ല, ഇപ്പോൾ കുട്ടികൾ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട്. കണ്ടാ
ബേബീസിനെ കാണുന്നുണ്ടോ? അതവിടെ ചെറുത് കാണുന്നത് അപ്പോൾ നന്നായി പൊടി ബേബീസാണ്. ഓക്കെ നടന്നോട്ടെ. ഓക്കെ കുട്ടികൾ നോക്കുന്നുണ്ടോ? അതേപോലെ ഇതാ ഇവിടെ മറ്റേ ടറണ്ടുലയിൽ അത്യാവശ്യം സൈസായിട്ടുണ്ടേ. ഇത് നമ്മൾ ആൾക്കാരെ കാണിക്കാത്ത രീതി വെച്ചതുകൊണ്ട് ഇതാ സ്കെയിലെല്ലാം പൊഴിച്ച് എന്താ അത്യാവശ്യം നല്ല സൈസ് കയറിയില്ലേ? എന്താ കോളി എല്ലാവരും നിൽക്കട്ടെ. ഹായ്, കാണാറുണ്ടാ? യൂട്യൂബിൽ കാണാറുണ്ടതാ? യൂട്യൂബിൽ കാണുന്ന ആളെല്ലാം കാണിച്ചു കൊടുത്തതാ. നാളത്തെ വീഡിയോയിൽ കാണാട്ടാ. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രീറ്റും എടുത്തിട്ട് പോവാ. ഇതുണ്ട് എല്ലാത്തിൻ്റെ ഫുഡ് വന്നിട്ടുണ്ടോ? എല്ലാം റോയൽ കാനിൻ. ഇതാ നമ്മുടെ ക്യാറ്റ് ഫുഡ് വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ റോട്ട് വീലർ, നമ്മുടെ മാംബോൻ്റെ ഫുഡ്, അങ്ങനെ എല്ലാത്തിനും പിന്നെ റോയൽ കാനിൻ തന്നെ ഒരു നേരം കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ നമ്മളെ പ്രേമിച്ചി. ഇതാർക്ക് വേണ്ടിയിട്ടാണ് കക്കിരി കട്ടിന്ന്? സ്വാനും ഡക്കുകൾക്കും. ഓക്കെ, ഇതാ പച്ചക്കറിയും വന്നിട്ടതാ. ഇതെന്ത് ഇത്ര കുറച്ച് വാങ്ങിച്ചിനി? ഇതാ ഒരു ദിവസത്തേക്ക് ഏകദേശം ഇത്ര വെജിറ്റബിൾസ് വേണ്ടി വരും കേട്ടോ. ഇതിനേക്കാൾ അധികം വേണ്ടി വരും. ഓക്കെ, ഇത് നമ്മുടെ പൂച്ചൻ്റെ ഫുഡാണ് കേട്ടോ. നമ്മളെ നാടൻ പൂച്ചയില്ലേ, നാടൻ പൂച്ചൻ്റെ ഫുഡാണ്. അത് കഴിച്ചിട്ട് അങ്ങോട്ടേ പോയിട്ടുണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ, ഇങ്ങനെ തിരിഞ്ഞളിക്കുന്നുണ്ടാവും. അപ്പോൾ ഇവനാണ് നമ്മളെ താരം. നമ്മളെ പൂപ്പിനെ പണ്ട് കാണുന്ന പോലെ ഉണ്ടാ, നല്ല മൊഞ്ചില്ലേ? ഇതാണ് ജാക്ക് റസൽ. ജാക്ക് റസൽ എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇവിടെ നമ്മുടെ സൺകോണൂറിൻ്റെ ബ്രീഡിങ്ങിൻ്റെ സെക്ഷൻ ആയതുകൊണ്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും കേട്ടോ. നമുക്ക് കുറച്ച് മാറിയിരിക്കണോ, അല്ല ഇവിടെ തന്നെ നിന്നാൽ പോരെ? നമുക്കിവിടെ താഴത്ത് ഇവനെ വിടാം. അതേപോലെ താഴത്ത് ആരെ ഇല്ലെന്ന് നോക്കിയേ, അമ്മക്കോഴിയും കുഞ്ഞങ്കോഴിയും. എന്താ നമ്മൾ കണ്ട് ചെറുപ്പത്തിൽ കാണുന്ന കാഴ്ച നല്ല രസമില്ലേ? നല്ല രസമാണ്. എന്നാൽ ഇവിടെ മേലിൽ നെറ്റും കാര്യങ്ങളിലും ഉള്ളതുകൊണ്ട് ധൈര്യമായിട്ട് തുറന്നു വിടാൻ വേണ്ടി പറ്റും. അതേപോലെ നമ്മൾ കടയിൽ നിന്നല്ല, നമ്മൾ റോഡ് സൈഡിൽ നിന്ന് വാങ്ങിച്ച കുറേ കളർ കുഞ്ഞും കോഴിയും ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും വരുന്നതാണേ, വിളിച്ചപ്പോൾ വരും. എല്ലാവരും വന്നിട്ടുണ്ടാ. ഇവനെന്താ കളിക്കുന്ന? അവരോട് കളിക്കാനാണ്. ഒരു വീട്ടിൽ വിട്ടേക്കാ, നോക്കാം. ഓ എൻ്റെ പൊന്ന്, അടാ അടാ വിട കളിക്കുന്ന കേട്ടാ. പക്ഷെ ഇവർക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ചെറിയ ജീവികളെ ഹാൻഡ് ചെയ്യുന്ന സ്വഭാവം ഉണ്ട് കേട്ടാ. പോകാൻ വേണ്ടിട്ടാണ്. എന്താ മൂത്തേ, അയ്യോ രസമുണ്ടല്ലേ. അത് ഇവൻ്റെ കൂടെ വിട്ടിട്ടുണ്ടല്ല, അമ്മക്കോയിൻ്റെ പണി കഴിക്കും. അതേപോലെ നമ്മൾ കന്നാസ് നോക്കുന്നുണ്ടാ. കന്നാസ് ഇപ്പം ഈ കൂട്ടിലാണ്. കന്നാസിൻ്റെ കൂട് പിന്നെ മാറിക്കൊണ്ട് കേട്ടോ. കന്നാസിൻ്റെ മേലെത്തുക, ഇവിടെ എത്തും. ഇതാ ബാ മേലെ കയറിയ ബാ കയറി. ആ ഇതെന്താ കുരങ്ങാണോ സംശയമുണ്ട് എനിക്ക്. ബാ അതേപോലെ ഇതെന്താ കോയി ഫിഷിൻ്റെ ബ്രീഡിങ്ങിന് ഇട്ടത് ഇവിടെ ഇട്ടത് കേട്ടാ. എന്താ നമ്മൾ ഐസ് വെച്ച് കൊടുത്ത്, അതുപോലെ നല്ല ആഴുണ്ട് കേട്ടോ ഇതിന്. പിന്നെ നമ്മൾ മുട്ടയിടാൻ വേണ്ടിയിട്ട് പിന്നെ ചാക്കും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റേ മുട്ട നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൊത്തം ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന്. പക്ഷേ അതിന് ശേഷം എഗ് ചെയ്തിട്ടില്ല. എന്താ പറയുക, മെയിലിനെല്ലാം ഇട്ട് കൊടുത്ത്. പക്ഷേ നോർമലി 2 ദിവസം കൊണ്ട് എഗ് ചെയ്യേണ്ടതാണ്, അത് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കോയി ഫിഷിൻ്റെ ബ്രീഡിങ് കേട്ടോ. ആയിട്ടില്ല. ഇത് കുരങ്ങനാണോ അല്ല പിന്നെ പട്ടിയാണോ? കന്നാസ് ബേബി. ആരാന്ന് നോക്കിയേ. കുഴപ്പമൊന്നുമില്ല, സെറ്റ് തന്നെ. പിന്നെ നല്ല രസമില്ലേ, നല്ല മഞ്ചാണല്ലോ ഇത്. വിടാൻ കഴിയില്ല. അതുപോലെ നമ്മൾ താറാവിനെ തുറന്നു വിട്ടിട്ട് കാണിച്ചിട്ടുണ്ടേ. താറാവിന് ഇതിൻ്റെ ഒപ്പം വിട്ടു നോക്കാലോ, എന്താന്ന് നോക്കാലോ. ബാ ആവേശം കണ്ട, ഇവൻ്റെ ആവേശം കണ്ട. എല്ലാവരും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ചെറിയതാ. ബാ ബാ ഇത് വിഗോവ ഡക്കാണ് കേട്ടോ. വിഗോവ മറ്റേ ഇറച്ചിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡക്കാണ്. അത്യാവശ്യം നല്ല ഗ്രോത്ത് ആവും. അതേപോലെ നല്ലോണം ഫീഡ് കൊടുക്കും കേട്ടോ.
അടുക്കടാ ഇവിടെ ഒരാളെ നോട്ടൊക്കെ ഉണ്ടാ. ഒന്ന് വിട്ടെ, ഇവരൊക്കെ വിട്ടെ. ആ ആ അയ്യോ ആ നീങ്ങുവാ. അല്ലല്ലേ എല്ലാവർക്കും ഇഷ്ടമായിനാ. പിന്നെ ഞാൻ ഇതിന് പേരിടാന്ന് വിചാരിക്കുന്നത് ജാക്ക് തന്നെയാണ് കേട്ടോ. ജാക്ക് റസൽ എന്നാണ് ബ്രീഡ് നെയിം. ജാക്ക് തന്നെയെന്ന് പേരിടാന്ന് വിചാരിക്കുന്നു. അല്ലല്ലേ താറാവ് ഓടിപ്പോകുമ്പോൾ അതിൻ്റെ ബാക്കിലേ പോകുന്നുണ്ട്. ഒന്നും കൂടി താറാവിൻ്റെ ബാക്കിൽ വിട്ടു നോക്കിയാലോ. പക്ഷേ ഇതാ ഒരു കുഞ്ഞും കോഴി മറ്റേ കൂട്ടം തെറ്റിപ്പോയിട്ടുണ്ടേ അമ്മൻ്റെ കൂടത്തുനിന്ന്. ഓക്കെ, നമ്മൾ ഇവനെ ഓടിച്ചതാണ്. ഓക്കെ, അതെല്ലാവരും കൂടി ഫുഡ് അടിക്കുന്നുണ്ടാ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു സാധനം ബാക്കിയുണ്ടാവില്ല. ചറ പറ തീറ്റാന്ന്. തീറ്റാന്നെല്ലാം കഴിഞ്ഞ് പറഞ്ഞ് ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് ഗ്രോത്ത് ആവും. ഇതേ ഒന്നും കൂടി ഞാൻ താറാവിൻ്റെ കൂടുന്നുണ്ടേ. പോട് ആ പോട്. ഇത് രസാ. ഓക്കെ ബാ. ഒരു മുടന്നം താറാവുണ്ട് കേട്ടാ. ഒരാൾ മുടന്നിട്ടുണ്ട് ആദ്യം തന്നെ. ഇതാ അവനെ കാണിച്ചു തരല്ലോ. വാ വാ ബട 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 വാ. ഇതാണ് മുടന്നം താറാവ്. വാ 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 വാ. ഓന് ഈ നടന്നു വരുമ്പോൾ ഓന് മിസ്സായി പോട്ടാ. ബാ ബാ. താറാവിനിങ്ങനെ ഒരുമിച്ച് നടത്തിക്കാൻ നല്ല രസമില്ലേ. ബാ എന്നാ വാ. നമ്മൾ പണ്ടത്തെ ഒരു കഥയിലുള്ള ഒരു എലിനെ മൊത്തമായിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരാളില്ലേ, അയാളെ കഥ പോലെ ഉണ്ടല്ലേ. വാ എല്ലാവരും കൂട്ടി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോലാ. വാ കൂട്ടത്തോടെ പോകുന്നതാണ് നല്ല രസമില്ലേ. വാ എടുത്തേക്കാണ്. വാ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചെറിയ സ്റ്റോപ്പ് കൊടുക്കണം കേട്ടോ. വാ അത് നമ്മളെ പിന്നെ കാലിന് മുടന്നതില്ല, നടന്ന് ഓടി വരുന്നുണ്ട് കേട്ടോ. ബാക്കിന്ന് ലാസ്റ്റായി പോയതിന്. വാടാ. അതെ 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 ക്യാപ്പിലേ വന്ന്. ഓനെ കുറച്ച് പേടിയും കൂടുതലാണ്. അതിൻ്റെ കാലിങ്ങനെ ചെറിയൊരു ട്വിസ്റ്റാണ് കേട്ടോ. ബാ അതണ്ടാ കണ്ടാ. ഓക്കെ, എല്ലാവരും കൂടത്തിലെത്തി. എല്ലാവരും അങ്ങോട്ട് വേറെ എന്തിനോ പോകുന്ന കേട്ടോ, എന്തോ പരിപാടിക്ക്. എല്ലാവരും പോയി കണ്ട. ആ അവിടെ നമ്മളൊരു പിന്നെ വെള്ളത്തിൻ്റെ എന്താ പറയുക വാഷ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അങ്ങോട്ട് പോകുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ ജാക്ക് റസൽ പപ്പി? ഇഷ്ടമായാ? നല്ല ഹൈപ്പർ ആക്റ്റീവ് അല്ലേ? നല്ല രസമാണ് ഇവരോട് കളിക്കാൻ വേണ്ടി. അതുപോലെ കുട്ടികളുടെ ഇടയിൽ കളിക്കാൻ അടിപൊളി ബ്രീഡാണ് കേട്ടോ. പിന്നെ അതുപോലെ ചെറിയ ചെറിയ ജീവികളിൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ബാക്കിയില്ലേ ഈ പൂച്ച കോഴിനെല്ലാം വളർത്തുന്നവർ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വളർത്താൻ. ഇപ്പോൾ കണ്ടില്ലേ കോഴിനെല്ലാം ഓടിച്ച് പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പഴയ ഹണ്ടിങ് ഡോഗായിട്ട് ഉപയോഗിച്ച ഡോഗ് എന്ന് പറയുന്നത് അതുപോലെ ചെറിയ ബ്രീഡിനായിരിക്കും. ചെറിയ 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 ജീവികളെ ഹണ്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചതായിരിക്കും. അതുപോലെ സ്മോൾ ബ്രീഡാണ് കേട്ടോ. ഡോഗിൽ സ്മോൾ കാറ്റഗറിയിൽ വരുന്നതാണ്. മാക്സിമം ഒരു 6 കിലോ 8 കിലോ പരമാവധി വെയിറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. അങ്ങനെയുണ്ട്, കളിക്കുന്നുണ്ടോ? നല്ല രസമാണ്. വലിയ കോമ്പൗണ്ടും കാര്യങ്ങളിൽ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മണിക്കൂറൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ ആക്ടിവിറ്റീസ് എല്ലാം എന്താ പറയുക കുഴി ഒഴിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും. അതുപോലെ നല്ല പ്ലേഫുള്ളാണേ. നല്ല സമയം പോകാൻ അടിപൊളി സംഭവമാണ്. അതുപോലെ ഫുൾ ടൈം ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ സാധാരണ വലിയ ബ്രീഡറിൽ അധികം ഉറക്കേണ്ട ആൾക്കാരല്ലേ, പക്ഷേ ഇവർ നല്ല എനർജറ്റിക്കാണ്. അത്യാവശ്യം ഓടിച്ചാടി കളിക്കാനൊക്കെ നമുക്ക് സമയമുണ്ടെങ്കിൽ
നല്ല പൊള്ളി ബ്രീഡാണ്. ഇവരുടെ സ്വദേശം ഇംഗ്ലണ്ടാണ് കേട്ടോ. ഇംഗ്ലണ്ടിൽ നിന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ബ്രീഡാണിത്. അതുപോലെ ഇവർ രണ്ടാളി നമുക്ക് പിന്നെ മൈലോനെയും ജാക്കിനെയും നമ്മുടെ കിവിന്റെ കൂടെ ഒന്ന് വിട്ടു നോക്കിയാലോ. വാ. അതാ പേടിച്ചു കൊടുല്ലേ എന്തടാ. നല്ല രസമുണ്ടല്ലേ ഈ സ്ഥലത്ത് മൂന്നാള് ഒരുമിച്ചാകുമ്പോ. വെച്ചാലോ അടിവിടോ. ലാസ്റ്റ് പുറത്തേക്ക് ചാടിപ്പോവോ മൂന്നാളാകുമ്പോ. നമ്മൾ കിവിനെ തന്നെ രണ്ടെണ്ണത്തിന് കിവിനെ ഒരുമിച്ചിടല്ലോ. എന്നാൽ എന്തെങ്കിലും കളിക്കുമ്പോ ഒരാൾ ഓടിപ്പോകും പുറത്തേക്ക്. എന്തായാലും കുറച്ചൊന്നും വെച്ച് നോക്കല്ലേ എങ്ങനെയുണ്ട്. ഇവന് ഈ ക്വാറന്റൈനൊക്കെ കഴിഞ്ഞ് പെറ്റ് സ്റ്റേഷനിൽ വന്നേ ഉള്ളൂ. അത്രയും 2 ദിവസം ആയിട്ടില്ല ഇവിടെ എത്തിയിട്ട്. അയ്യോ തേടിയ വള്ളി വലിച്ചിട്ട്. പോട്ടെ. അങ്ങനെ ഉണ്ടായിന് നമ്മുടെ ഡോഗും പിന്നെ താറാവും കോഴിയും പശുവൊക്കെ ഇഷ്ടമായി എല്ലാവർക്കും. ഇവനതന്നെ നോട്ടോട്ടാ. കളർ കുഞ്ഞും തന്നെ നോട്ടോ. പൊട് പൊട്. ആ ഒന്ന് ബാക്കിലേ പോറ്റി. കോഴിനെ തന്നെ നോക്കുന്നു. താറാവെല്ലാം കൂടി പോകുന്നതാണ് നല്ല രസമുണ്ടല്ലേ. ഓക്കെ. എന്താണ് ഹരി കോഴിനെ പിടിച്ചെന്താ ചെയ്യുന്നു നീ? എന്തോ ടൈപ്പാന്നല്ല. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് പറയണമെന്നുള്ളത്. അപ്പോൾ എൻ്റെ പേര് ജാബിർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഹരി ആൻഡ് മിസർ. ക്യാമറമാൻ മിസറിനോടൊപ്പം ജാബിർ. ഓക്കെ.